വംശീ വിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാകരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 52-ാമോധ്യായം 52-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച ഇത്തം സോനുഗൃഹീതോംഗ കൃഷ്ണേനേക്ഷ്വാഗുനന്ദന തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാൽ. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാണ്, ഹേ അംഗ, സ ഇക്ഷ്വാകുനന്ദന, ആ ഇക്ഷ്വാകുപുത്രനായിട്ടുള്ള ഇക്ഷ്വാകുവംശത്തിൽ ജനിച്ചിട്ടുള്ള മുചുകുന്ദൻ കൃഷ്ണേന യുദ്ധം അനുഗൃഹീത, ആ ഭഗവാനാൽ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടിട്ട് തം പരിക്രമ്യ, ഭഗവാനെ പ്രദക്ഷിണം വെച്ച് സന്നമ്യ നമസ്കരിച്ച് ഗുഹാമുഖാൽ നിശ്ചക്രാമ, ആ ഗുഹദ്വാരത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് യാത്രയായി. സവീക്ഷ്യ ക്ഷുല്ലകൻ മർത്യൻ പശുൻ വീരു വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമദിശമുത്തരം. ആ സവീക്ഷ്യ, അദ്ദേഹം ഈ കണ്ടു പുറത്ത് നോക്കിയപ്പോൾ എന്താണ്, ക്ഷുല്ലകാൻ മർത്യൻ, മർത്യന്മാരൊക്കെ അങ്ങനെ കുറച്ച് ഉയരം കുറഞ്ഞിട്ട് കുള്ളന്മാരായിരിക്കണം. കാരണം ഈ ഇദ്ദേഹം ഉറങ്ങാൻ കിടന്നത് ഇതിനു മുമ്പിലത്തെ ഏതൊരു യുഗത്തിലാണ്. ഇപ്പോൾ കലിയുഗത്തൊക്കെ ത്രേതായുഗത്തിലാണ് ഇദ്ദേഹം രാജ്യം ഭരിച്ചത്. ത്രേതായുഗത്തിൽ ഉറങ്ങാൻ കിടന്നതാണ്. ഇപ്പോൾ ഇവിടെ കലിയുഗമായിരുന്നു. അപ്പോൾ കലിയുഗം വന്നിട്ട് ജനങ്ങളുടെയൊക്കെ ഉയരം കുറഞ്ഞിരിക്കണം. അതുമാതിരി പശുവിൻ വീരുൾ വനസ്പതീൻ വീക്ഷ്യ, അതുമാതിരി പശുക്കൾ, മൃഗങ്ങൾ, എന്താണ് ഈ വള്ളികൾ, വൃക്ഷങ്ങൾ, ഇതൊക്കെ അങ്ങനെ വളരെയധികം പണ്ടത്തെ നിന്ന് വലിപ്പം കുറഞ്ഞുകൊണ്ടും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ട് കണ്ടിട്ട് കലിയുഗം പ്രാപ്തം മത്വ, ആ കലിയുഗം ആരംഭിച്ചിരിക്കണമെന്ന് മനസ്സിലായിട്ട് ഉത്തരാം ദിശം ജഗാമ, ആ വടക്കദിക്കിലേക്ക് അങ്ങോട്ട് പോയി. ഈ സാധാരണ മഹാപ്രസ്ഥാനക്കാരൊക്കെ എല്ലാവരും ഇങ്ങനെ യുധിഷ്ഠിരനൊക്കെ ഇങ്ങനെയാണ് ആ വടക്കോട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുന്നു പറഞ്ഞാൽ ഒരു തൻ്റെ അതിൽ മഹാപ്രസ്ഥാനമായിട്ട് പോകാമെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇനി അവർക്ക് വേണ്ടത് പുനരാവർത്തിരഹിതമായിട്ടുള്ള ഒരു ഗതിയാണെന്ന് മനസ്സിലാക്കി പോകുന്നതിനാണ് ഈ വടക്കോട്ട് പോകാൻ മഹാപ്രസ്ഥാനമായിട്ട് പോകാന്നുള്ള ഭാഷ ഉപയോഗിക്കാറ്. തപശ്രദ്ധായുധോ ധീരോ നിസ്സംഗോ മുക്ത സംശയം സമാധായ മനഃകൃഷ്ണേ പ്രാവിശൽ ഗന്ധമാദനം ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വസഹ ശാന്ത തപസാരാധയൽ ഹരിം. ഇങ്ങനെ തപശ്രദ്ധായുധാധീരോ, എങ്ങനെയാണ് ഈ നായാട്ടിനൊക്കെ പോയിട്ട് ധാരാളം ഹിംസയ്ക്ക് പ്രായശ്ചിത്തായിട്ട് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളോ, അത് തപസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുള്ള അതിനു വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടി മനോദാർഢ്യത്തോടു കൂടിയിട്ടും എങ്ങനെയാണ് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളിലേക്ക് നിഗ്രഹിച്ചുകൊണ്ട്, അതാണ് തപശ്രദ്ധായുധോ നിസ്സംഗോ മുക്ത സമാധായ മനസ്സിനെ നിഗ്രഹിച്ചുകൊണ്ട് യാതൊരു സംശയവും കൂടാതെ മുക്ത സംശയ ഇങ്ങനെ ശ്രീകൃഷ്ണനിൽ തന്നെ മനസ്സോർപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യാനായിട്ടാണ് ഗന്ധമാദന പർവ്വതത്തിലേക്കാണ് പോയി. അവിടെ നിന്ന് പിന്നീട് ബദര്യാശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെയാണ് സാക്ഷാൽ നരനാരായണാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ആ ബദരിയിൽ വെച്ച് എങ്ങനെയാണ് സർവദ്വന്ദ്വസഹ, എല്ലാ ദ്വന്ദ്വങ്ങളെയും സഹിച്ചുകൊണ്ട്, അതാണ് ശീതോഷ്ണങ്ങളെ സുഖദുഃഖങ്ങളെ എല്ലാം, എന്തിനും ദ്വന്ദ്വങ്ങളുണ്ടല്ലോ. സുഖമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖമുണ്ട്, തണുപ്പുണ്ടെന്ന് വെച്ചാൽ ചൂടുണ്ട്. ഇങ്ങനെ എല്ലാ ദ്വന്ദ്വങ്ങളെയും സഹിച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ ധ്യാനിച്ച് തപസ് ചെയ്തു എന്ന് പറയുകയാണ്. ഭഗവാൻ പുനരാവ്രജ്യ പുരിം യവനവേഷ്ടിതം ഹത്വാ മ്ലേച്ഛബലം നിന്യേ തദീയം ദ്വാരകാന്തനം നീയമാനേതനേ ഗോപിർ നൃഭിഞ്ചാച്യുതചോദിതൈ ആജഗാമജരാസന്ത ത്രയോവിംശത്യനീകവാ. അതിനുശേഷം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കൂടി യോഗശക്തി കൊണ്ട് തൻ്റെ ശരീരം ഉപേക്ഷിച്ചു എന്നും അടുത്ത ജന്മത്തിൽ ഒരു ഉത്തമ ബ്രാഹ്മണ ജന്മം ലഭിച്ചിട്ട് പിന്നീട് മുക്തി പ്രാപിച്ചു എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. അതിവിടെ
പറഞ്ഞിട്ടില്ല മുചൂന്ദനെ പറ്റിയിട്ട്. ഭഗവാൻ എന്ത് ചെയ്തു, വീണ്ടും ആ ഗുഹാഭൂതത്തിൽ നിന്ന് മധുരയിലേക്ക് മടങ്ങി. അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, കാലയവനെ വധിച്ചു കഴിഞ്ഞൊക്കെ യവനൻ്റെ സൈന്യങ്ങളായിട്ടുള്ള ആ മ്ലേച്ഛന്മാരെയൊക്കെ അയാൾ ഉപരോധിക്കപ്പെട്ടാണ് യാദവരെ. അപ്പോൾ യാദവരൊക്കെ അവിടുന്ന് പോയിട്ടുണ്ടല്ലോ, ആ സൈന്യത്തിനെ മുഴുവൻ ഭഗവാൻ നിഗ്രഹിച്ചിട്ട് അവരുടെ ആ ധനങ്ങളെല്ലാം പിടിച്ചടക്കിയിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ദ്വാരകയിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പം നീയമാനേ ധനേ ഗോപിർ. ആ സമയത്ത് പെട്ടെന്ന് എങ്ങനെയാണ് ദ്വാരകയിലേക്ക് യാത്ര പോകണ സമയത്ത് ജരാസന്ധൻ വീണ്ടും വന്നു എന്നാണ്. അങ്ങനെ 23 അക്ഷൗണി സൈന്യത്തോട് കൂടിയിട്ട് ആ ഭഗവാന്റെ ആ ആൾക്കാരുണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ, അവരെല്ലാവരും കൂടി അങ്ങോട്ട് വളഞ്ഞു. വിലോക്യ വേഗരവസം രിപുസൈന്യസ്യ മാധവോ മനുഷ്യചേഷ്ടാമാപന്നവോ രാജൻ ദുദ്രുവദുദ്രുതം വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവൽ പദ്യം പത്മബലാശാഭ്യം ചേലദുർബഹുയോജനം. മധുരയിൽ ആരുമില്ല, യാദവന്മാരൊക്കെ ദ്വാരകയിലാണ്, ബലരാമൻ മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പോൾ ഭഗവാനും ഉണ്ട്. അപ്പോൾ ഭഗവാനും മനസ്സിലായി ജരാസന്ധൻ്റെ ആ സൈന്യം വളരെ വേഗത്തിൽ അങ്ങനെ ഒരു എരമ്പിക്കൊണ്ടുള്ള സമുദ്രമാരിൻ്റെ തങ്ങളുടെ നേരിട്ട് വരുന്നത് ഭഗവാൻ എന്ത് ചെയ്തു, എന്താണ് അഭീതൗ ഭീരുഭീതവൽ. അദ്ദേഹത്തിന് ഭഗവാന് യാതൊരു പേടിയില്ല സാധാരണ രീതിയിൽ. എന്നാലോ ഒരു ഭീരുവിനെ പോലെ, സാധാരണ ലൗകിക രീതിയിലൊരു ഭീരുവിനെ പോലെ എന്ത് ചെയ്തു, തങ്ങളുടെ സംഭരിച്ചുള്ള സമ്പത്തും തക്കണ്ടല്ലോ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് വിഹായ വിത്തം പ്രചുരം എന്നിട്ടോ പദ്ഭ്യാം പത്മബലാശാഭ്യം ചേലതുർ ബഹുയോജന. 2 പേരും കൂടിയിട്ട് ഈ സൈന്യത്തിനെ നേരിടാൻ വയ്യാത്ത രീതിയിൽ പേടിച്ചിട്ട് അങ്ങോട്ട് ഓടാൻ തുടങ്ങി. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗധ പ്രഹസൻ ബലി അന്വതാവൽ രഥാനീകേ ഈശയോരപ്രമാണവിൽ പ്രധൃത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതം ഗിരിം പ്രവർഷണാഖ്യം ഭഗവൻ നിത്യതാ എത്ര വർഷതി. ഇങ്ങനെ ഭഗവാനും ബലരാമനും കൂടി ഓടാൻ തുടങ്ങിയപ്പോൾ കളിയാക്കി പൊട്ടിച്ചിരിച്ചു കൊണ്ട് പിന്നാലെ ആ ബലവാനായിട്ടുള്ള ജരാസന്ധൻ അങ്ങനെ തൻ്റെ സൈന്യത്തോടു കൂടി ഭഗവാന്റെ പിന്നാലെ ഇങ്ങോട്ട് ഓടി. സൈന്യത്തോടു കൂടിയിട്ട് കുറേ എങ്ങനെയാണ് അന്വതാവൽ ഈശയോരപ്രമാണവിൽ, ഈശ്വരന്മാരായിട്ടുള്ള അവരുടെ പ്രഭാവം എത്രത്തോളം ഉണ്ടെന്ന് അറിയാണ്ടാണ് ഈ ജരാസന്ധനും സേനയും പിന്നാലെ ഓടിയത്. അങ്ങനെ കുറച്ച് ദൂരം ഓടിയിട്ട് രാമകൃഷ്ണന്മാരെ ക്ഷീണിച്ചു എന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്തു, അടുത്ത് തന്നെയുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അവരങ്ങോട്ട് ഓടി കയറിപ്പോയത്. ആ പർവ്വതത്തിൻ്റെ പേരെന്താണ്, പ്രവർഷണം എന്നാണ്. ആ പ്രവർഷണം എന്ന വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ എപ്പോഴും അവിടെ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. അതാണ് നിത്യത എത്ര വർഷതി. ആ പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് 2 പേരും കൂടി കയറിപ്പോയത്. ഗിരൗ നിലീനാവാജ്ഞായ നാദിഗമ്യ പദം നൃപ ദദാഹ ഗിരിമേധോഭി ഗിരിമേധോഭി സമന്താത് അഗ്നിമുത്സൃജൻ തദ ഉൽപ്പത്യതരസാ ദഹ്യമാന തടാദുഭൗ ദശൈകയോജനോത്തുങ്കൽ നിപേതതുരഥോ ഭുവി. അങ്ങനെ എന്ത് ചെയ്തു, രാമകൃഷ്ണന്മാരെ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരെ പർവ്വതത്തിൻ്റെ മുകളിൽ തിരഞ്ഞു നിൽക്കാനൊന്നും ഒളിച്ച് തിരഞ്ഞു പിടിക്കാനൊന്നും പോണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ ആ പർവ്വതത്തിൻ്റെ ചുറ്റും ഏതോബി വർഗം അങ്ങോട്ട് കൂട്ടിയിട്ട് തീയിട്ടു. അപ്പോൾ എങ്ങനെയാണ് ഭ്രാന്ത്, ഏതായാലും പർവ്വതങ്ങൾ കത്തിപ്പോയി കഴിഞ്ഞിട്ട് അവർ 2 പേരും ഏതായാലും നശിക്കുന്നുള്ള ഭാവത്തിൽ. പക്ഷേ എന്ത് ചെയ്തു, അവരെ എവിടെയെന്ന് ജരാസന്ധന് അറിയില്ല. ആ മുകളിലേക്ക് അങ്ങനെ തീ പറന്ന് പിടിക്കുന്ന കണ്ട് രാമകൃഷ്ണന്മാർ എന്ത് ചെയ്തു, 11 യോജന ഉയരുള്ള ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ദശൈക യോജന ഒത്തുങ്കാൽ നിവേദതുരഥോ ഭുവി. ആ ദൂരത്തേക്ക് സമുദ്രത്തിലേക്ക് അങ്ങോട്ട് ചാടി. അലക്ഷ്യമാണൗ രിപുണ സാനുഗേന യദുത്തമൗ സ്വപുരം പുനരായാതൗ സമുദ്രപരിഹം നൃപാ സോഭി ദഗ്ധാവിരിമൃഷാ മന്വാനോ ബലകേശവോ ബലമാകൃഷ്യ സുമഹൻ മഗധന്മാഗതോജയോ. ഇങ്ങനെ ഇവർ 2 പേരും ഇതിൽ വെന്തുപോയി എന്നുള്ള ഭാവത്തിൽ ജരാസന്ധനെ എന്ത് ചെയ്തു, തൻ്റെ സൈന്യങ്ങളെ കൂട്ടിയിട്ട് തിരിച്ച് മഗധരാജ്യത്തിലേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോയി. ആ ഭഗവാനാണ് എന്ത് ചെയ്തു, രാമകൃഷ്ണന്മാർ പെട്ടെന്ന് അങ്ങനെ ദൂരത്തേക്ക് ചാടിയിട്ട് സമുദ്രത്തിൽ നീന്തിയിട്ട് തങ്ങളുടെ ആ രക്ഷാസ്ഥലമായ ദ്വാരകയിലേക്ക് അങ്ങോട്ട് തിരിച്ചെത്തുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഭഗവാന്റെ ഈ അവതാരകാലം 3 ഘട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുക വെച്ചാൽ ആദ്യത്തേത് നമ്മൾ ഗോകുലവാസം കണ്ടു, രണ്ടാമത്തേത് മധുരാനിവാസമായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ഭഗവാന്റെ ദ്വാരകാധിവാസം.
ശരിക്കും ഉത്തരാർത്ഥം മുഴുവനൊക്കെ ദ്വാരകയിലുള്ള മൂന്നാം കാലഘട്ടമാണ് അപ്പോൾ ഈ ഉത്തരാർത്ഥത്തിൽ മുഴുവനുള്ളത്. ഇതിൽ ഇനി മുഖ്യമായിട്ടും ഇതുവരെയൊക്കെ ദുഷ്ടസംഹാരമാണ് ചെയ്തിരുന്നത്. ഇനി അത്യന്തം മംഗളകരമായിട്ടുള്ള ശോഭനായിട്ടുള്ള ഭഗവാന്റെ വിവാഹ ജീവിതത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട്. ആനർത്താധിപതി ശ്രീമൻ രൈവതോരേവതിം സുതം ബ്രഹ്മണാ ചോദിത പ്രാതാൽ ബലായേതി പുരോദിതം. എങ്ങനെയാണ്? ശ്രീമാൻ ഐശ്വര്യവാനും ആനർത്താധിപതി, ആനർത്തം എന്ന രാജ്യത്തിന്റെ രാജാവുമായ രൈവതൻ അതായത് രേവതപുത്രനായിട്ടുള്ള കകുദ്മി ബ്രഹ്മണാ ചോദിത ബ്രഹ്മാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായിട്ട് സുതാം രേവതിം തൻ്റെ പുത്രിയായിട്ടുള്ള രേവതിയെ ബലരാമനായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. ഇതി പുരാ ഊതീതം, ഇത് പണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അതായത് നോമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി പറയാൻ പോകുന്ന ശ്രീകൃഷ്ണ വിവാഹത്തിൻ്റെ മുമ്പെന്നും കൂടി അർത്ഥമുണ്ട് ഈ പുരാന്ന്. കാരണം ഏട്ടൻ്റെ വിവാഹത്തിന് ശേഷമേ അനുജൻ്റെ വിവാഹം പാടുള്ളൂ എന്നൊരു പണ്ട് ശാസ്ത്രവിധിയുണ്ട്. അതല്ലാത്ത പക്ഷം പരിവേത്താവ് എന്നൊരു പേര് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബലരാമൻ്റെ വിവാഹത്തിന് ശേഷം തന്നെയാണ് ഭഗവാൻ വിവാഹം ഉണ്ടായതെന്ന് പറയണത്. ഭഗവാനപി ഗോവിന്ദ ഉഭയമേ കുരുദ്വഹ വൈദർഭിം ഭീഷ്മകസുതം ശ്രിയോ മാത്രം സ്വയം വരേ പ്രമഥ്യതരസാരജ്ഞ ശാൽവാദിം ചയ്യഭക്ഷകൻ പശ്യതാം സർവലോകാനം താർക്ഷ്യപുത്ര സുധാമിവ. ഹേ പരീക്ഷിത്തെ, ഹേ കുരുദ്വ ഭഗവാൻ ഗോവിന്ദ അപി, അതിനുശേഷം ഏട്ടൻ്റെ വിവാഹം വർണ്ണിച്ചതിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ സർവലോകാനാം പശ്യതാം, എല്ലാ ലോകത്തിലുള്ള എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് ചൈദ്യപക്ഷകാൻ ശാൽവാദീൻ രാജ്ഞ, അതായത് ശിശുപാലൻ്റെ പക്ഷക്കാരായിട്ടുള്ള ശാൽവൻ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരെ തരസാ പ്രമഥ്യ വളരെ ബലമായിട്ട് തന്നെ തോൽപ്പിച്ചിട്ട് ശ്രിയ മാത്രാം വൈദർഭീം, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയുടെ അംശാവതാരഭൂതയായിട്ടുള്ള വിദർഭയിലുണ്ടായവളും ഭീഷ്മകസുതാം ഭീഷ്മക രാജാവിൻ്റെ പുത്രിയുമായ രുക്മിണിയെ താർക്ഷ്യപുത്ര സുധാമിവ ഗരുഡൻ അമൃതിനെ എന്നവണ്ണം സ്വയംവരേ ഉപയേമേ, സ്വയംവരോത്സവത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. രാജോവാച ഭഗവാൻ ഭീഷ്മകസുതം രുക്മിണീം രുചിരാനനം രാക്ഷസേന വിധാനേന ഉപയേമ ശ്രുതം. അപ്പൊ പരീക്ഷിത് പറയുകയാണ്, ഭീഷ്മകസുതാം രുചിരാനനാം രുക്മിണിയും, ഭീഷ്മകരാജാവിൻ്റെ പുത്രിയും അതിസുന്ദരിയുമായിട്ടുള്ള സുന്ദരമുഖിയായിട്ടുള്ള ആ രുക്മിണിയെ ഭഗവാൻ രാക്ഷസേന വിധാനേന, രാക്ഷസ വിധിപ്രകാരമാണ് വിവാഹം ചെയ്തത് എന്ന് ശ്രുതം കേൾക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസ യഥാമാഗതശാൽവാദീൻ ജിത്വാ കന്യാം ഉപാഹരൽ. ഭഗവൻ ശ്രീശിവബ്രഹ്മർഷിയെ വിളിക്കുകയാണ്. ശ്രീശിവബ്രഹ്മർഷി ഏത് പ്രകാരമാണ് ഭഗവാൻ ഈ ജരാസന്ധൻ ശാല്യം തുടങ്ങിയവരെയൊക്കെ ജയിച്ചിട്ട് തേജസ കൃഷ്ണ കന്യാം ഉപാഹര കന്യകയായിട്ട് രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയത് എന്ന് അത് എന്നുള്ള അമിത തേജസ കൃഷ്ണസ്യ, ആ അത്യദ്ഭുത തേജസ്സോടു കൂടിയുള്ള ഭഗവാന്റെ ഈ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യ മാധ്വീർലോകമലാപഹ കോന്നു തൃപ്യേത ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതന. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ ബ്രഹ്മൻ, അതായത് പുണ്യ മാധ്വി, വളരെ പുണ്യങ്ങളാണ് ഭഗവത് കഥകൾ എന്ന് മാത്രമല്ല കേൾക്കാൻ വളരെ മധുരമുള്ളവയാണ്. ലോകമലാപഹ, ലോകത്തിൻ്റെ ആ പാപത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. നിത്യനൂതന, കേൾക്കും തോറും അതിങ്ങനെ പുതുമ കൂടി ഇങ്ങനെ വരുന്നതായിട്ടുള്ള ആ കൃഷ്ണകഥ, ശ്രീകൃഷ്ണ കഥകളെ ശൃണ്വാന കേട്ടുകൊണ്ടേയിരിക്കുന്ന ശ്രുതജ്ഞ തൃപ്യേത, ജ്ഞാനിയായിട്ടുള്ള ആരാണ് അത് കേട്ടാൽ തൃപ്തനാവുക എന്ന് ചോദിക്കുന്ന
ഒരിക്കലും മതിയാവില്ല ഭഗവത് കഥകൾ. ആ മധുരമായിട്ടുള്ള അതിൽ ആ കഥകൾ കേട്ടാൽ ഒരിക്കലും അതെങ്ങനെയാണ് ലോകത്തിൻ്റെ മാലിന്യങ്ങളെ മുഴുവൻ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടുള്ള കഥകൾ കേട്ടാൽ ഒരിക്കലും മതി വരില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീ ശുഖബ്രഹ്മർഷിയെ വീണ്ടും ആ കഥയിലേക്ക് അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. ശ്രീശുകോവാച രാജാസീൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹൻ തസ്യ പഞ്ചാബവൻ പുത്ര കന്യകാചവരാനന. ശ്രീ ശുഖബ്രഹ്മർഷി പറയുകയാണ്, വിദർഭാധിപതി മഹാൻ ഭീഷ്മകനാമ രാജ ആസീൽ. പണ്ട് വിദർഭ രാജ്യത്തിൻ്റെ അധിപനായിട്ട് ഭീഷ്മകൻ എന്ന പേരുള്ള മഹാനായിട്ടുള്ളൊരു രാജാവുണ്ടായിരുന്നു. തസ്യ പഞ്ചപുത്ര, അദ്ദേഹത്തിന് 5 പുത്രന്മാരും വരാനന ഏകാ കന്യാച, ആ അതിസുന്ദരിയായുള്ള ഒരു പുത്രിയും ആ ഭവൻ ഉണ്ടായി. ഈ പുത്രന്മാരുടെ പേര് പറയാണ്: രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്ദര രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാസതി. രുക്മി എന്ന ആളാണ് മൂത്താള്, ജ്യേഷ്ഠൻ. രുക്മരഥ പിന്നെയോ അനന്തര, അദ്ദേഹത്തിൻ്റെ അനുജനാണ്. രുക്മബാഹു, അവൻ്റെ അനുജനായിട്ട് രുക്മബാഹു. രുക്മകേശ, അദ്ദേഹത്തിൻ്റെ അനുജനായിട്ട് രുക്മകേശൻ. പിന്നെ രുക്മമാലി. ഇങ്ങനെ 7 പേര്, 5 പേര്, അതായത് രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി, ഇങ്ങനെ 5 പുത്രന്മാരുണ്ടായി. ഷാംസ്വസ, ഇവരുടെ എല്ലാം സഹോദരിയായിട്ട് സതീ രുക്മിണി, സൽഗുണവതിയായിട്ടുള്ള രുക്മിണിയും ഉണ്ടായി. സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയ ഗൃഹാഗതൈർഗീയമാന തമ്മേനേ സദൃശം പതിം. സാ, ആ രുക്മിണി ദേവി ഗൃഹാഗതൈ ഗീയമാന, തങ്ങളുടെ ആ രാജധാനിയിൽ വന്നിങ്ങനെ പലരാലും പാടിപ്പുകഴ്ത്തപ്പെട്ട മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം, അതുമാതിരിയുള്ള പ്രഭാവം, ആ ഗാംഭീര്യം, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ, ശ്രീത്വം, ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്തു? ഉപശ്രുത്യ തം സദൃശം പതിമേനെ, തനിക്ക് ആ ഭഗവാനെ തന്നെ തൻ്റെ ഭർത്താവായിട്ട് കിട്ടണേ എന്ന് മനസ്സിൽ വിചാരിച്ചു. താം ബുദ്ധിലക്ഷണോദാര്യ രൂപശീല ഗുണാശ്രയം കൃഷ്ണസ്യ സദൃശീം ഭാര്യം സമുദ്രോടും മനോദതേ. കൃഷ്ണ ശ്രീകൃഷ്ണനും താം, അവളെപ്പറ്റി, ബുദ്ധി ലക്ഷണ ഔദാര്യ രൂപശീല ഗുണ ആശ്രയ, നല്ല ബുദ്ധി, ലക്ഷണം, ഔദാര്യം, സൗന്ദര്യം, സൗശീല്യം എല്ലാം തികഞ്ഞിട്ടുള്ള ആളായിട്ടുള്ള രുക്മിണിയെ പറ്റി കേട്ടിട്ട് അവൾ തനിക്ക് സദൃശി ഭാര്യാം, അതായത് തനിക്ക് അനൂപയായിട്ടുള്ള പത്നിയായിട്ട് ഭഗവാനും കരുതി എന്ന് പറയുകയാണ്. സമുദ്രോടും മനദ്ധതേ, അതായത് ഭഗവാനും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ബന്ധൂനാമിച്ഛതം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിഡ് രുക്മീ ചൈദ്യമമന്യത. പക്ഷേ പരീക്ഷിത്തെ എന്തുണ്ടായി? തഥ ബന്ധൂനാം കൃഷ്ണായതാതും ഇച്ഛതാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബന്ധുക്കളായുള്ള, അതായത് അച്ഛനും മറ്റുള്ളെല്ലാവരും രുക്മിണിയെ ഭഗവാന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്നങ്ങനെ ഇച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണദ്വിഡ് രുക്മി, കൃഷ്ണനോടുള്ള ദേഷ്യം, വെറുക്കുന്ന ആളായിട്ടുള്ള ഈ രുക്മി, അതെല്ലാം നിവാരണം ചെയ്തിട്ട് ഭഗിനിയും, ആ സഹോദരിയെ, ചൈദ്യം അമന്യത, അതായത് തൻ്റെ എന്ത് ചെയ്തു? തൻ്റെ ഈ ശിശുപാലനെ തൻ്റെ സഹോദരിയുടെ വരനായിട്ട് മനസ്സിൽ കരുതി എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ചെയ്തി രാജാവായിട്ടുള്ള ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഈ രുക്മി അങ്ങോട്ട് തീരുമാനിച്ചു. ശിശുപാലന് എന്ത് ഇത് ഗുണമുള്ളൂ? ഭഗവാനോടുള്ള ദേഷ്യം. രുക്മിക്കോ തന്നെയുള്ളത്. അത് മാത്രമേ, ആ കാരണം കൊണ്ട് ഭഗവാന് കൊടുക്കില്ല, ശിശുപാലനെ കൊടുക്കൂന്ന് രുക്മി അങ്ങോട്ട് തീരുമാനിച്ചു. തദവേത്യാസിതാവാംഗി വൈദർഭീ ദുർമനാഋതം വിചിന്യാപ്തം ദ്വിജം കഞ്ചിൽ കൃഷ്ണായ പ്രാഹിണോദ്രുതം. ആ സമയത്ത് അസിതാവാംഗി, നല്ല നീല നിറത്തുള്ള കൺകോണുകളോട് കൂടിയിട്ടുള്ള ആ വിദർഭരാജപുത്രിയായിട്ടുള്ള ആ രുക്മിണി തദവേത്യ, അതറിഞ്ഞിട്ട് ഭൃശം ദുർമന, വല്ലാണ്ട് മനസ്സ് വേദനിച്ചിട്ട്, വിചിന്യ, നന്നായി ആലോചിച്ചിട്ട്, ആപ്തം കഞ്ചിൽ ദ്വിജം, വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ ദ്രുതം, അതിവേഗം, കൃഷ്ണായ പ്രാഹിണോൽ, ഭഗവാന്റെ സമീപത്തേക്ക് ഒരു സന്ദേശമായിട്ട് പറഞ്ഞയച്ചു എന്ന് പറയാണ്.
ദ്വാരകാം സമഭ്യേത്യ പ്രതീഹാരൈ പ്രവേശിത അപശ്യ ആദ്യം പുരുഷം ആസീനം കാഞ്ചനാസനേ. ആ ബ്രാഹ്മണൻ ദ്വാരകാം സമഭ്യത്യ ദ്വാരകയിലേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നിട്ട് പ്രതീഹാരൈ പ്രവേശിത ദ്വാരപാലന്മാരൊന്നും തടയാണ്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ടോ കാഞ്ചന ആസനേ ആസീനം ആദ്യം പുരുഷം അവശ്യൽ ആ സ്വർണ്ണ സിംഹാസനത്തിൽ അങ്ങനെ ഇരുന്നരുളുന്ന ആദിപുരുഷനായിട്ടുള്ള ഭഗവാനെ കണ്ടു. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തമവരുഹ്യ നിജാസനൽ ഉപവേശ്യ ചക്രേ യഥാത്മാനം ദിവൗകസാ. ബ്രഹ്മണ്യദേവ, അതായത് ബ്രാഹ്മണരെ ദേവന്മാരായിട്ട് കരുതുന്നതായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ, ഭഗവാന്റെ ഒരു പേരാണത്. ബ്രഹ്മണ്യ എന്ന ദേവൻ എന്നുള്ളതൊക്കെ ബ്രഹ്മണ്യൻ എന്ന് പേരുണ്ട്, അതുമാതിരി ദേവൻ എന്ന് പേര് രണ്ടും കൂടി ചേർന്നിട്ടാകുമ്പോഴാണ് ബ്രഹ്മണ്യേഷു ദേവ എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ അർത്ഥാക്കാം. അതായത് ബ്രഹ്മണ്യനുമാണ് ദേവനുമാണ്, അല്ലെങ്കിൽ ബ്രഹ്മണ്യേഷു ദേവ, അങ്ങനെ പല രീതിയിൽ ശങ്കരാചാര്യ ഈ വാക്കിനൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബ്രാഹ്മണരെ ദേവനായി കരുതുന്ന ശ്രീകൃഷ്ണൻ എന്ന് നമുക്കിവിടെ അർത്ഥമെടുക്കാം. തം ദൃഷ്ട്വാ, വേഗം അദ്ദേഹത്തിനെ കണ്ട ഉടനെ തന്നെ നിജാസനാൽ അവരുഹ്യ, തൻ്റെ ആ സിംഹാസനത്തിന് അങ്ങോട്ട് താഴ്ത്തിക്ക് ഇറങ്ങിയിട്ട് ബ്രാഹ്മണനെ ഇരുത്തിയിട്ട് വേണ്ട രീതിയിൽ പൂജിച്ചു. ഏതുമാതിരി? ദിവൗകസ ആത്മാനം യഥാ അർഹയാൻ ചക്രേ. അതായത് മറ്റ് ലോകത്തിലുള്ള എല്ലാ ലോകപാലന്മാരായുള്ള ദേവന്മാരെ തന്നെ എങ്ങനെ പൂജിക്കുന്നുവോ അതുമാതിരി ഭഗവാൻ ഈ ബ്രാഹ്മണനെ വേണ്ട രീതിയിൽ പൂജിച്ചു. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സാംഗതി പാണിനാഭിമൃശൻ പാദാ ഭവ്യഗ്രസ്തമഭൃച്ഛത. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തി കാല് കഴുകി ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു സന്ധ്യാനേരത്തിന് ശേഷമായിരിക്കണം ഈ ബ്രാഹ്മണൻ അവിടെ എത്തിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള അത്താഴവ് കൊടുത്തു. അങ്ങനെ ഭുക്തവന്തം വിശ്രാന്തം, ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ചിരിക്കുന്ന അദ്ദേഹത്തെ സതാംഗതി, സത്തുക്കളുടെ മുഴുവൻ ആ പരമഗതിയായിട്ടുള്ള ഭഗവാൻ ഉപഗമ്യ, അടുത്ത് ചെന്ന് പാണിനാ പാദവും അഭിമൃശൻ, ആ തൻ്റെ കൈകളെ കൊണ്ട് ആ ഭഗവാൻ ആ ബ്രാഹ്മണന്റെ പാദങ്ങൾ അങ്ങനെ തടവി കൊടുത്തുകൊണ്ട് അവ്യഗ്ര തം അപൃച്ഛത, ഒട്ടും വ്യഗ്രത കൂടാണ്ട് നല്ല സൗമ്യ രീതിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു. കച്ചിൽ ദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്തേ വൃദ്ധസമ്മത വർത്തവേനാധികൃച്ഛേണ സന്തുഷ്ട മനഃ സദാ സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിൽ അഹീയമാന സ്വാധർമ്മൽ സഖ്യസ്യ അഖില കാമതു. എന്താണ് ഭഗവാന്റെ കുശലപ്രശ്നമാണ് ഈ ഒരു 5 ശ്ലോകത്തില്. അല്ലയോ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായവന്, ദ്വിജവര ശ്രേഷ്ഠ, വളരെയൊന്നും എന്താണ് പ്രയത്നം കൂടാണ്ട് ആ മനസ്സിന് സന്തോഷം നേടിയിട്ടുള്ള അങ്ങയ്ക്ക് തന്നെ പൂർവീക ആചാരപ്രകാരമുള്ള അങ്ങയ്ക്ക് സമ്മതമായിട്ടുള്ള കുലധർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്ന ആദ്യ കൃച്ഛന വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ കഴിയില്ലേ ചോദിക്കുകയാണ്. അതാണ് എങ്ങനെയാണ് സന്തുഷ്ട മനസ്സാന്നാണ് അങ്ങേ. അതായത് എങ്ങനെയാണ് തൃപ്തനായിട്ടൊരു ബ്രാഹ്മണൻ എന്താ കിട്ടിയത് വെച്ചാൽ കിട്ടിയതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട്, ഏനകേനച്ചിൽ എന്നാണ് സന്തുഷ്ടോ, എന്താ കിട്ടിയത് വെച്ചാൽ അതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണൻ ആ സ്വധർമ്മങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ എങ്ങനെയാണ് അഖില കാമധു, അദ്ദേഹത്തിന് എല്ലാ ആഗ്രഹങ്ങളും കൈവരുന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ബ്രാഹ്മണരെ വേണ്ട രീതിയിൽ പാലനം ഇതിൽ സ്വധർമ്മം ചെയ്തുകൊണ്ട് ചെയ്താൽ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അസന്തുഷ്ടോ സകൽ ലോകൻ ആപ്നോത്യഭിസുരേശ്വരം അകിഞ്ചനോഭി സന്തുഷ്ട ചേതേ സർവംഗവിജ്വര. ഇങ്ങനെ ഇനി എന്താണ് ദേവേന്ദ്രനായാൽ പോലും കിട്ടിയതുകൊണ്ട് സന്തോഷനാകാതിരുന്നു വെച്ചാൽ എന്താണ്ടാവുക, മറ്റ് ലോകങ്ങളിൽ കടന്നിട്ട് ഇങ്ങനെ അലയേണ്ടി വരുന്നു പറയുകയാണ്. നല്ല മഹാദരിദ്രനാണെങ്കിലും കിട്ടിയത് വെച്ചാൽ അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ എല്ലാ മനസ്താപങ്ങളും വിട്ടിട്ട് ആ സുഖമായിട്ട് കടന്ന് ഉറങ്ങാൻ പറ്റുന്ന ചേരേ സർവംഗവിജ്വര എന്നാണ് ഭഗവാൻ പറയുന്നത്. വിപ്രൻ സ്വരാപസന്തുഷ്ടൻ സാധുൻ ഭൂതസുഹൃത്തമൻ നിരഹങ്കാരിണ ശാന്തൻ നമസ്യേ ശിരസാസകൾ. പിന്നെയോ ഈ തരത്തിലുള്ള എന്താ കിട്ടിയത് വെച്ചുകൊണ്ട് സന്തോഷിക്കുന്ന, അതായത് സന്തുഷ്ടിയോട് കൂടിയിട്ട് സദാചാര നിഷ്ഠയോട് കൂടിയിട്ട് ലോകരെ മുഴുവൻ സൗഹൃദത്തോടു കൂടി വീക്ഷിക്കുന്ന ശാന്തന്മാരായിട്ട് ഒട്ടും അഹങ്കാരം തീണ്ടാത്ത മഹാബ്രാഹ്മണരെ ഞാൻ ശിരസാ നമിക്കുന്നു എന്ന് പറയുകയാണ് ഭഗവാൻ.
അതുകൊണ്ട് അങ്ങേ ഞാൻ നമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങ് അതുമായിട്ടുള്ള ആളാണ്. എന്നിട്ടാണ് ചോദിക്കണേ, കച്ചിത് വകുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാ സുഖം വസന്തി വിഷയേ പല്യമാനാ സമേ പ്രിയാ. പിന്നെയോ അപ്പം ചോദിക്കുകയാണ്, അങ്ങേ ബ്രാഹ്മണ, അങ്ങയ്ക്ക് അങ്ങേ പോലുള്ള ബ്രാഹ്മണന്മാർക്കെല്ലാം അങ്ങയുടെ രാജ്യത്തിലെ ആ രാജാവിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ക്ഷേമത്തിലുള്ള വഴികളൊക്കെ ലഭിക്കുന്നില്ലേ ചോദിക്കുകയാണ്. നന്നായി പരിപാലിക്കപ്പെട്ട പ്രജകളങ്ങനെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഏത് രാജാവിനാലാണോ അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവെന്ന് പറയുകയാണ്. അപ്പോൾ രാജ്യത്തെ ഏവർക്കും ആ സ്വധർമ്മം പരിപാലിക്കാൻ മാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രാജാവിൻ്റെ ധർമ്മം. ആപദ്ധർമ്മം സ്വീകരിക്കേണ്ടി വരിക എന്നുള്ളത് ഇന്ത്യയാണ്. അതിന് ഉത്തരവാദിയാണ് രാജാവും എന്നാണ് ഇപ്പോൾ അവിടെ ഭാവം. ഇപ്പോൾ രാജ്യത്ത് ആ ഗതികേടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു ഭഗവാൻ. അവിടേക്ക് സുഖമായിട്ട് കഴിയില്ലേ എന്ന് രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇനിയാണ് ചോദിക്കുന്നത്, യതസ്ത്വമാഗതോ ദുർഗം നിസ്തീര്യേഹയദിച്ഛയാ സർവം നോ ഗുഹ്യം ചേൽ കിം കാര്യം കരവാമതേ. ത്വം യദിച്ഛയാ ദുർഗം നിസ്തീര്യ ഇഹ ആഗത എന്നാണ്. അങ്ങ് അവിടെ നിന്ന്, അതായത് ഈ വിദർഭരാജ്യത്തിൽ നിന്ന് യദിച്ഛയ ഇച്ഛിച്ചുകൊണ്ടാണ് ദുർഗമമായിട്ടുള്ള ഈ മാർഗത്തെ മറികടന്നിട്ട് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. നീ അത് രഹസ്യമല്ല എന്നുണ്ടെങ്കിൽ സർവം ന ബ്രൂഹി, എന്നോട് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും തേ കിം കാര്യം കരവാം, അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതും കൂടി പറയണേ എന്ന് പറയുകയാണ് ഭഗവാൻ. ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീതദേഹേന തസ്മൈ സർവമവർണ്ണയൽ. ഇപ്രകാരം ഏവം എന്താണ് ലീലാഗൃഹീതദേഹേന, ഒരു ലീലാവിനോദമായിട്ട് മനുഷ്യരൂപം സ്വീകരിച്ചിട്ടുള്ള പരമേഷ്ഠിന സർവേശ്വരനായിട്ടുള്ള ഭഗവാനാൽ സംപൃഷ്ട സംപ്രശ്ന ഇപ്രകാരം കുശലപ്രശ്നം ചെയ്യപ്പെട്ട ആ ബ്രാഹ്മണൻ തസ്മൈ സർവം അവർണ്ണയൽ, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് വിസ്തരിച്ച് വർണ്ണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. ഇനി ആ പറഞ്ഞതിൻ്റെ ഇനി രുക്മിണിയുടെ സന്ദേശമാണ് ആ ഭഗവാൻ ഈ ബ്രാഹ്മണൻ ഭഗവാനോട് പറഞ്ഞ രുക്മിണിയുടെ വാക്കുകളിൽ തന്നെയാണ്. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർ ഹരതോംഗതാപം രൂപം ദൃശം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തം അവപ്രവം മേ. രുക്മിണി ദേവി ഭഗവാനെ ആദ്യം വിളിക്കുകയാണ്, ഹേ ഭുവനസുന്ദര, ലോകങ്ങൾക്ക് മുഴുവൻ ലോകത്തിൽ വിളിച്ച് ഏക സുന്ദരനായിട്ടുള്ള ആരാണ്? അങ്ങാണ്, ഭഗവാനാണ്. അങ്ങ് അച്യുത നാശരഹിതനായിട്ടുള്ള ആളാണ്. അങ്ങ് ശൃണ്വതാം കർണവിവരൈ നിർവിശ്യ, കേൾക്കുന്ന ആൾക്കാരുടെ ആ ചെവിക്കുള്ളിലൂടെ ഉള്ളിലേക്ക് കടന്ന് അംഗതാപം ഹരത, അവരുടെ എല്ലാ സന്താപങ്ങളെയും പരിഹരിക്കുന്ന തേ ഗുണാൻ, അങ്ങയുടെ ആ ഗുണങ്ങളെയും ദൃശിമതാം ദൃശാം അഖിലാർത്ഥലാഭം രൂപം, അതുമാതിരി കണ്ണുകളുള്ളവരുടെ എല്ലാവരുടെയും കണ്ണുകൾക്ക് ആ എല്ലാ പുരുഷാർത്ഥങ്ങളെയും നേടിക്കൊടുക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ രൂപത്തെയും പറ്റി കേട്ടിട്ട് രുക്മിണി കണ്ടില്ല. അപ്പോൾ അതാണ് ആ രൂപം അത്ര ശ്രേഷ്ഠമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങയുടെ ഗുണങ്ങളും വളരെ കേട്ടിട്ടുണ്ട്. അതിസുന്ദരനായിട്ടുള്ള അങ്ങയുടെ ഗുണങ്ങളെയും പറ്റി കേട്ടിട്ട് എന്താണ് മേ ചിത്തം, എൻ്റെ മനസ്സ് അവത്രവം ഒരു ലജ്ജയും കൂടാതെ തൊയ് ആവിശതി, അങ്ങയിൽ ആസക്തമായിരിക്കുന്നു എന്നാണ് പറയുന്നത് രുക്മിണി ദേവി. ഈ ഭുവനസുന്ദര എന്നുള്ള വാക്ക് നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കണം. അത് നേരത്തെ അനവധി തവണ പറഞ്ഞുള്ളതാണ്. ആദ്യത്തിൽ ഭഗവാന് ശ്യാമസുന്ദര എന്ന ആ ദശമം 22ാമത്തെ അധ്യായത്തിൽ ഗോപികമാർ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം കുബ്ജ വിളിച്ചിട്ടുണ്ട് സുന്ദര എന്നുള്ളപ്പോൾ ഭഗവാനാണ്. ഭഗവാൻ ഇപ്പോൾ 3ാമത്തെ തവണ രുക്മിണി ദേവിയാണ് വിളിക്കുന്നത് ഭുവനസുന്ദര എന്ന് പറഞ്ഞിട്ട്. കാത്വാ മുകുന്ദ മഹതി കുലശീല രൂപ വിദ്യാവയോദ്രവിണധാമ ആത്മതുല്യം ധീരാപതിം കുലവതി നവൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. ഇങ്ങനെ ഈ
ഭുവനസുന്ദര എന്നുള്ള ആ വിശേഷം കൊണ്ട് തന്നെ ബാഹ്യ ഗുണങ്ങളാൽ ആകൃഷ്ടയായിട്ടാണ് അനുരാഗമെന്ന് ശങ്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയണത്. ഹേ മുകുന്ദ, അല്ലയോ മുക്തിദാതാവായിട്ടുള്ള ഭഗവാനെ, നൃസിംഹ പുരുഷസിംഹവുമായവനെ, മഹതീ കുലവതി ധീര മഹാകുലീനയായിട്ടുള്ള ധൈര്യമുള്ളവളായിട്ടുള്ള ഏതൊരു കന്യകയാണ് ഇപ്രകാരം കുലശീല രൂപ വിദ്യാവയ ദ്രവിണധാമ വികുലം ശീലം സൗന്ദര്യം വിദ്യ പ്രായം സമ്പത്ത് പ്രഭാവം ഇതെല്ലാം കൊണ്ടും തന്നോട് തുല്യനും ആത്മതുല്യം നരലോക മനോപിനും ലോകത്തിലെ എല്ലാവർക്കും മനസ്സിന് ആനന്ദമേകുന്നതിനുമായ അങ്ങയെ കാലേ വിവാഹകാലം വരുമ്പോൾ പതിയായിട്ട് ആഗ്രഹിക്കാത്ത വരിക്കാതിരിക്കുക. ഏത് സ്ത്രീയാണ് കുലസ്ത്രീയായിട്ടുള്ള ആരാണ് ചെയ്യാതിരിക്കുക എന്നാണ് രുക്മിണി ചോദിക്കുന്നത്. അതായത് തൻ്റെ തെറ്റൊന്നുമില്ല, അങ്ങേ എങ്ങനെ ആ മനസ്സുകൊണ്ട് വരിച്ചയില്ല എന്ന് പറയുകയാണ് രുക്മിണി ദേവി. ഭഗവാന്റെ ആ സൗന്ദര്യം എന്നുള്ള ഭാവം മാത്രമല്ല, അതുമാതിരി അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, കുലം വിദ്യ പ്രായം പ്രഭാവം ഇതിനൊക്കെ പറ്റി രുക്മിണി ദേവി കേട്ടറിഞ്ഞിട്ടുണ്ട്. പിന്നെ ആധ്യാത്മഭാവത്തിൽ സാക്ഷാൽ ഭഗവാനാണ്, മുകുന്ദനാണെന്നറിയാം. നരസിംഹം എന്ന് വിളിച്ചാൽ നരസിംഹമൂർത്തിയാണെന്നറിയാം. അല്ലെങ്കിൽ ആ കൂലയാപീഠത്തിനെ വധിച്ച അത്ര ശ്രേഷ്ഠനായുള്ള സിംഹത്തിൻ്റെ വീരപരാക്രമങ്ങളുള്ള ആളെന്നൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആ കുലസ്ത്രീ ആയിട്ടുള്ള താൻ അങ്ങയെ വരിച്ചത്. അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് രുക്മിണി ദേവി പറയണത്. ഇനി പിന്നെയോ തമ്മേ ഭവൻ ഖലു വൃത പതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗമഭിമരിഷ്യതു ചൈത്യ ആരാൽ ഗോമായുവൻ മൃഗപതേ ബലിം അംബുജാക്ഷ. അതുകൊണ്ട് അംബുജാക്ഷ, എനിക്ക് പ്രിയപ്പെട്ടവനെ, മഹാപ്രഭോ ചെന്താമരക്കണ്ണ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എങ്ങനെയാണ്? മേ ഭവാൻ ഖലു അർപ്പിത, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്നെ സ്വയം അർപ്പിച്ചിരിക്കുകയാണ്. അത്ര അതിനാൽ ഇവിടെ വന്ന് ജായാം വിദേഹി, എന്നെ അങ്ങയുടെ പത്നിയാക്കി ചെയ്താലും വീരഭാഗം മൃഗപതേ, അതായത് വീരനായിട്ടുള്ള അങ്ങയുടെ ഭാഗമായിട്ടുള്ള എന്നെ സിംഹത്തിൻ്റെ പങ്കിനെ ഗോമായുവൽ, ഒരു കുറുക്കനെ എന്നോണം അപഹരിക്കാൻ പരിശ്രമിക്കുന്ന ആ ചൈത്യ ആരാൽ, ആ ശിശുപാലൻ്റെ അടുത്ത് ചെന്നിട്ട് അഭിമരിച്ചതു, ആ ശിശുപാലൻ അങ്ങയ്ക്കായിട്ട് നൽകിയിട്ടുള്ള ഈ ബലിയുണ്ടല്ലോ അതിനെ സ്പരിച്ച് ആ വെറും കുറുക്കൻ്റെ ഭാവത്തിലുള്ള ശിശുപാലൻ തൊടാൻ അനുവദിക്കരുതെന്ന് പറയുകയാണ്. അഭിമരിച്ചതു, സ്പരിശിച്ചു പോകാൻ കൂടി സമ്മതിക്കരുതെന്ന് പറയുകയാണ്. വേഗം വന്നിട്ട് എന്നെ കൊണ്ടുപോകണമെന്നാണ്. കാരണം ഭഗവാൻ നിസ്സഹായമായിട്ടുള്ള, ഞാൻ അങ്ങയ്ക്ക് നല്ല ബലിയാണ്, പക്ഷേ ഈ നീച്ച ക്ഷുദ്രമൃഗങ്ങളൊക്കെ വന്നേ അപകര്യം, ഞാൻ എങ്ങനെയാണ് നിസ്സഹായാണ്, അതുകൊണ്ട് അതൊന്ന് വരെന്നെ വേണമെന്നാണ് പറയണത്. അന്യോ പൂർത്തിഷ്ടദത്ത നിയമം വ്രതദേവ വിപ്ര ഗുർവർച്ചനാദിവിരലം ഭഗവാൻ പരേശ ആരാധിരോ യതി ഗദാഗ്രജ ഇത്യപാണിം കൃഷ്ണാതുമേ നദമഘോഷസുതാദയോന്യേ. ഹേ ഗദാഗ്രജ, അല്ലയോ ഗദന്റെ ശ്രേഷ്ഠ. ഗദൻ എന്ന് പറഞ്ഞാൽ രോഹിണിയുടെ വേറൊരു പുത്രനാണ് ഗദൻ. അപ്പം ആ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും പറ്റി രുക്മിണിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ആ ഗദാഗ്രജ പൂർത്ത ഇഷ്ടദത്ത നിയമം വ്രത ദേവ വിപ്രഗുരു അർച്ചനാദിവി. അതായത് താൻ ചെയ്തിട്ടുള്ള എന്തൊക്കെ സൽഗുണങ്ങളുണ്ടോ ചിന്തിക്കുകയാണ്. പൂർത്തം, അതായത് എന്താണെന്ന്, ഈ പരോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ, അതിനാണ് പൂർത്തം എന്ന് പറയുക. പണ്ട് കുളം കുഴിക്കുക, കിണർ കുഴിക്കുക, തണ്ണീർ പന്തലൊക്കെ ചെയ്യുക, ഇങ്ങനെയുള്ള അതിനാണ് പൂർത്തം എന്ന് പറയുക. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ, അതിനാണ് ഇഷ്ടം. പിന്നെ ദാനങ്ങൾ, നിയമങ്ങൾ, വ്രതങ്ങൾ, ഈ ഭഗവാന് ദേവപൂജകൾ, ബ്രാഹ്മണരെ പൂജിക്കൽ, അതുമാതിരി ഗുരുക്കന്മാരെ ഇങ്ങനെ പലതരത്തിലുള്ള എന്തൊക്കെ പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം പരേശ ഭഗവാൻ അലം യതി ആരാധിത. അങ്ങനെ ആ പല പ്രവൃത്തികളാൽ പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ വേണ്ടത്ര ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങ് വന്ന് പാണിയും ഗൃഹാതു, അങ്ങ് വന്ന് എന്നെ പാണിഗ്രഹണം ചെയ്യണേ. എന്താണ് ദമഘോഷ സുതാദയ അന്യേ അതായത് മറ്റേ ഈ ചൈത്യാദികളായിട്ടുള്ള, അതായത് ശിശുപാലാദികളായിട്ടുള്ള മറ്റുള്ളവരാരും വന്ന് എന്നെ തൊടാൻ അനുവദിക്കരുതേ എന്നാണ് ഭഗവാൻ പറയാനോട് പറയുന്നത് രുക്മിണി ദേവി. ഞാൻ അതിന് മാർഗം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്?
സ്വഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമിത്യ പ്രതനാപതിഭി പരീത നിർമ്മത്യ ചൈത്യമഗതേന്ദ്ര ബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കം. എങ്ങനെ ഇപ്പൊ ഈ അന്തപുരത്തിൽ വന്നിട്ട് ഭഗവതിയെ പിടിച്ചുകൊണ്ട് പോവാ എന്ന് ചോദിക്കുന്നതിനുള്ള അതിനൊരു മാർഗം പറഞ്ഞു കൊടുക്കണേ. ഹേ അജിത, അങ്ങ് എങ്ങനെയായാലും ആരാലും തോൽപ്പിക്കാൻ പെടാത്ത ആളാണ് അങ്ങ്. തോൽപ്പിക്കാൻ പെടാത്ത ഇതില് കീഴ്പ്പെടുത്തുവാനാകാത്ത ആളാണ് അങ്ങ്. എങ്ങനെയാണ് ശോഭാവിനി അടുത്ത നാളടുക്കുന്ന ഉദ്വഹനി ആ സ്വയംവര സമയത്ത് ഗുപ്ത ആരുമറിയാതെ ത്വം വിദർഭാൻ സമയത്ത് അങ്ങ് ഈ വിദർഭ രാജ്യത്തിലേക്ക് വന്നു ചേരണം കേട്ടോ. പ്രതനാപതിഭി പരീര സേനാനായകന്മാരൊക്കെ എങ്ങനെ ചുറ്റപ്പെട്ടുകൊണ്ട് ചൈത്യമഗതേന്ദ്രബലം ചേതിരാജാവിൻ്റെയും മഗധരാജാവിൻ്റെയും സൈനിക ശക്തിയെ നിർമ്മത്യ നന്നായി മഥനം ചെയ്തിട്ട് വീര്യശുൽക്കാം ഭവാന്റെ വീര്യമാകുന്ന കന്യാശുൽക്കത്തോടു കൂടിയിട്ട് മാം പ്രസഹ്യ എന്നെ ബലാത്കാരേണ രാക്ഷസേന വിധിന രാക്ഷസ എന്ന വിധി അനുസരിച്ച് ഉദ്വാഹം വിവാഹം കഴിച്ചാലും, അതായത് അങ്ങേക്ക് ആരും വന്ന് സ്വയംവരത്തിലൊന്നും അങ്ങേ പങ്കെടുപ്പിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അങ്ങ് വന്ന് പിടിച്ച് വന്ന് ബലാത്കാരനെ കൊണ്ടുതന്നെ വേണ്ടി വരും എന്ന് പറയുകയാണ്. ഈ ശിശുപാലിൻ്റെയും മഗധൻ്റെയൊക്കെ സൈന്യത്തിനെയൊക്കെ നിഷ്പ്രയാസം തോൽപ്പിച്ചിട്ട് ഈ വിവാഹങ്ങൾ പല വിധത്തിലൊക്കെ ഉണ്ടെന്ന് പറയും. ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം, ഇങ്ങനെ 8 വിധത്തിലുള്ളതാണ്. ഇതിൽ ആദ്യത്തെ 4 ശാസ്ത്രവിധി പ്രകാരമുള്ളതാണ്. ഒടുവിലത്തെ 4 നാട്ടു തണുപ്പനുസരിച്ച് ശാസ്ത്ര അംഗീകാരം ലഭിച്ചതാണ് എന്നാണ് പറയുന്നത്. യാജ്ഞവൽക്യ സ്മൃതി പ്രകാരം ഈ വിവാഹങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുരൂപനായിട്ടുള്ളൊരു വരനെ ക്ഷണിച്ച് വരുത്തിയിട്ട് കന്യാദാനം കൊടുക്കുക, അതിനാണ് ബ്രാഹ്മം എന്ന് പറയുക. പിന്നെയോ ഒരു യജ്ഞം നടത്തിയിട്ട് അതിലെ യജ്ഞത്തിലെ ഋത്വിക്കിന് കന്യയെ ദക്ഷിണയായിട്ട് നൽകുന്നതിനാണ് ദൈവം എന്ന് പറയുക. പിന്നെ വരനിൽ നിന്ന് ഒരു പശുവിനെയും ഒരു കാളയും സ്വീകരിച്ചിട്ട് കന്യകാദാനം ചെയ്യുന്നതിനാണ് ആരുഷം എന്നുള്ള വിധി പ്രകാരമുള്ള വിവാഹം. വരൻ ആവശ്യപ്പെട്ടിട്ട് ആ കന്യകയെ നൽകുന്നത് കായം എന്നുള്ള രീതി, അല്ലെങ്കിൽ കൺ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അതായത് പ്രാജാപത്യം എന്നുള്ള രീതിയാണ് അതാണത്. പിന്നെ ധനം കൊടുത്തിട്ട് കന്യകയെ വിലയ്ക്ക് മേടിക്കുന്നത്, അതായത് ശുൽക്കം കൊടുത്തിട്ട് വാങ്ങുക, അതിനാണ് ആസുരം എന്ന് പറയുക. പിന്നെ വധൂവരന്മാരുടെ പരസ്പര ധാരണയോട് കൂട്ടി നടക്കുന്ന വിവാഹത്തിനാണ് ഗാന്ധർവം എന്ന് പറയുക. പിന്നെ യുദ്ധത്തിൽ ജയിച്ചിട്ട് കന്യാവഹരണം നടത്തുന്നതിനാണ് രാക്ഷസവിധി എന്ന് പറയുക. കന്യയെ വഞ്ചിച്ചിട്ടുള്ളതാണ് പൈശാചം. ഇങ്ങനെയുള്ള കന്യകാസ്വീകാര വിധികളൊക്കെ 8 രീതിയിലുണ്ടെന്നാണ് യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയണത്. അന്തഃപുരാന്തരചരിം അനിഹത്യബന്ധും ത്വാം ഉദ്വഹേ കഥമിതി പ്രവദമ്യുവായം ഉവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യം ബഹിർ നവവധൂർഗിരിജം ഉവേയൽ. അത് ശരി. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞുവല്ലോ, അപ്പോൾ അവരെയൊക്കെ തോൽപ്പിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുപോകാം. പക്ഷെ ഭവതി എങ്ങനെ, ഭവതി അന്തഃപുരത്തിന് അർത്ഥമല്ലേ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് അന്തഃപുരാന്തരചരിം, അന്തഃപുരത്തിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ത്വാം ബന്ധൂൻ അനിഹത്യ, നിന്റെ ബന്ധുക്കളെ ഹനിക്കാതെ വധിക്കാതെ കഥം ഉദ്വഹേ, ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്ന് ഇനി അങ്ങേക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ അതിനുള്ള ഉപായം, അതിനുള്ള യുക്തി പ്രവദാമി, ഞാൻ പറഞ്ഞു തരാൻ തന്നെ രുക്മിണി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. പൂർവേദ്യു, ആ വിവാഹത്തിൻ്റെ തലേ ദിവസം മഹതീ കുലദേവി യാത്ര, ആ ഗംഭീരമായിട്ടുള്ള ഒരു കുലദേവതാ ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്ര ഉണ്ട്, അസ്ഥി ഉണ്ട്. യസ്യം, ആ അവസരത്തിൽ നവവധു ബഹി കിരിജാം ഉപേയാൽ, ആ നവവധു അന്തഃപുരത്തിൽ നിന്ന് പുറത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീപാർവതി ദേവിയെ വന്ദിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോകുമെന്ന് പറയുകയാണ്. യസ്യാംഗ്രിപങ്കജരജസ്നവനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതമോപഹത്യൈ യഹ്യംബുജാക്ഷ നലഭേയ തവൽ പ്രസാദം യഹ്യാമസുൻ പ്രതകൃശാൽ ശതജന്മഭിസ്യാൽ. പിന്നെ എല്ലാ മാർഗങ്ങളും പറഞ്ഞു തന്നു. ഇതിൽ കുറിച്ച് എന്താണ് തന്നെ അപഹരിച്ചുകൊണ്ട്, അതായത് എല്ലാവരെയും തോൽപ്പിച്ച് പിടിച്ചു കൊണ്ടുപോയിട്ട് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴാണ് വേണ്ടതെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുകയാണ്, ഹേ അംബുജാക്ഷ, അല്ലയോ ചെന്താമരക്കണ്ണ, ഉമാപതി ഇവ, അതായത് ഞാനെങ്ങനെയാണ് എൻ്റെ അവസ്ഥ അങ്ങ് മനസ്സിലാക്കിയുള്ളൂ. ഉമാപതി ഇവ മഹാന്ത ആത്മതപോപഹത്യൈ
യസ്യ അംഘ്രിപങ്കജരജസ്നപനം വാഞ്ചന്തി. സാക്ഷാൽ പരമേശ്വരൻ പോലുള്ള മഹാത്മാക്കൾ പോലും ആ തങ്ങളുടെ ആ അജ്ഞാനത്തെ, അവിദ്യയെ ആവുന്ന തമോ ഗുണത്തെ അകറ്റാൻ വേണ്ടിയിട്ട് യാതൊരു എൻ്റെ തൃപ്പാദകം അല്ലെങ്കിൽ ആ പൊടിയിലെ സ്നാനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവോ ഭവൽ പ്രസാദം, ആ അങ്ങയുടെ പ്രസാദത്തെ എർഹി നലഭേയ. ഇനി അഥവാ എന്തെങ്കിലും കാരണത്താൽ എനിക്ക് ഈ ജന്മത്തിൽ അത് ലഭിച്ചില്ല എന്ന് വന്നാൽ, അതായത് അങ്ങ് എൻ്റെ ഈ അപേക്ഷ മാനിച്ചിട്ട് എന്നെ വന്ന് അത് പിടിച്ചുകൊണ്ട് പോയി വിവാഹം കഴിച്ചില്ല എന്ന് വന്നാൽ, വ്രതകൃശാൻ, അതായത് ഈ വ്രതങ്ങളെ കൊണ്ട് വളരെ ഇപ്പം തന്നെ കൃശമായി തീർന്നിട്ടുള്ള എൻ്റെ ശരീരത്തെ ആസൂഞ്ജഹ്യം, എന്നിട്ടോ എൻ്റെ പ്രാണങ്ങളൊക്കെ ഞാൻ വെടിഞ്ഞിട്ട് ഈ ശരീരം തേച്ചിട്ട് ശതജന്മഭിസ്യാൽ, ഈ ജന്മം കൊണ്ട് അല്ലെങ്കിൽ 100 ജന്മങ്ങളെ കൊണ്ടും അങ്ങേ തന്നെ തപസ് ചെയ്തിട്ട് അവസാനം ഞാൻ അങ്ങേ തന്നെ പ്രാപിക്കും. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യ സന്ദേശ യദുദേവ മയാ ഹൃദാ വിമൃശ്യ കർത്തും യച്ചാത്ര ക്രിയതം തദനന്തരം. ഇപ്രകാരമുള്ള ഈ രുക്മിണി ദേവിയുടെ സന്ദേശം ബ്രാഹ്മണൻ പറയുകയാണ്, യദുവംശശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ, ഞാൻ കൊണ്ടുവന്നുള്ള രഹസ്യ സന്ദേശം ഇപ്രകാരമാണ്. ഈ വിഷയത്തിൽ അങ്ങ് യുക്തമായി ചിന്തിച്ചിട്ട് അനന്തര നടപടി ആലോചിച്ചിട്ട് സ്വീകരിച്ചാലും എന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുകയാണ്. ഇവിടെ രുക്മിണി ഒടുവിലത്തെ ശ്ലോകത്തിൽ പറയില്ലേ, ഞാൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അതായത് അഥവാ അങ്ങ് വരാണ്ട് ഈ ശിശുപാലനത്തെ എൻ്റെ ശരീരത്തിനെ സ്വീകരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബ്രഹ്മചര്യം, ഉപവാസ ഇത്യാദികളൊക്കെ അനുഷ്ഠിച്ചിട്ട് ഈ ശരീരം ശോഷിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജീവൻ വെടിയുന്നിട്ടോ വീണ്ടും ജനിക്കും. ആ ജന്മത്തിലും വ്രതാദിവാസനകളൊക്കെ നടത്തിയിട്ട് അവസാനം അങ്ങ് പ്രസാദിച്ചു കഴിഞ്ഞു വെച്ചാൽ അങ്ങേ പ്രാപിക്കുകയും ചെയ്യാം. ഒരു 100 ജന്മങ്ങളായാലും എനിക്ക് വിരോധമില്ല എന്നാണ് രുക്മിണി പറഞ്ഞത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യദ്വാഹ പ്രസ്താവേ ദ്വിപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.